എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് കുട്ടികളിൽ കണ്ടുവരുന്ന ഇപ്പോഴത്തെ ഒരു പ്രവണതയാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. അപ്പം അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ അവരുമായിട്ടൊന്ന് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ നമുക്കറിയാം, ഒരുപാട് പ്രശ്നങ്ങളില്ലാത്ത ഫാമിലിയൊന്നുമില്ല. ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിടുന്ന ജീവിത സാഹചര്യങ്ങൾ തന്നെയാണ് എല്ലാ കുടുംബങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കുട്ടികളെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന രീതിയിൽ ചില അച്ഛനമ്മമാർക്ക് സാധിക്കാതെ വരുന്നു. ആ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടറിഞ്ഞ് അതിന് പരിഹാരം കാണാനായിട്ടും അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനായിട്ടും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ടും പല ഫാമിലിയിലും സാധിക്കുന്നില്ല. നമുക്ക് എന്താ പറയുക, ഒരു സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് ആണ് കുട്ടികൾ അതൊട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളും കുട്ടികൾക്കും ആവുന്നില്ല എന്നത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, നീറ്റ് പരീക്ഷയിൽ പാസ്സായില്ല, അല്ലെങ്കിൽ SLC എക്സാമിന് തോക്കുമെന്ന ഭയത്താൽ കുട്ടി ആത്മഹത്യ ചെയ്തു, അങ്ങനെയുള്ള വാർത്തകൾ ദിനം പ്രതി നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ കുട്ടികൾ ചെറിയൊരു തോൽവി പോലും അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം എവിടെ നിന്നാണ് അവർക്ക് സംജാതമാകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അവരെ നയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ചില കാര്യങ്ങളിൽ നമുക്ക് ഫാമിലിയെ തന്നെ നമുക്ക് പറയേണ്ടി വരും. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കുട്ടികളോടാണ്. നമ്മളുടെ സാഹചര്യങ്ങൾ എല്ലാവരുടെയും വ്യത്യസ്തമാണ്. അപ്പോൾ നിങ്ങളുടെ പഠന സാഹചര്യങ്ങൾ മറ്റുള്ളൊരു കുട്ടിയിൽ നിന്ന് വ്യത്യസ്തമാകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളിലും ഉയർന്ന മാർക്ക് വാങ്ങുന്നതിലും ഒക്കെ വ്യത്യാസം ഉണ്ടാകും. നിങ്ങളുടെ ബ്രെയിനിൻ്റെ വളർച്ചയ്ക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് വാങ്ങാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ലെവലിൽ പഠിക്കുക. നിങ്ങളുടെ കപ്പാസിറ്റി എത്രയാണ്? 100-ൽ 80 വാങ്ങാൻ പറ്റുന്ന കുട്ടികളുണ്ടാവും, ചിലപ്പം 30 വാങ്ങാൻ പറ്റുന്ന കുട്ടികളുണ്ടാവും. അപ്പം നമ്മുടെ ലെവൽ മനസ്സിലാക്കുക. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വിലയിരുത്തിയിട്ട് നമുക്കിതേ പറ്റത്തുള്ളൂ, നമ്മളെ കൊണ്ട് ഇത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിനനുസരിച്ച് മാർക്ക് വാങ്ങുക. ഇപ്പം നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പങ്കെടുത്തിട്ട് നമ്മൾ പരാജയപ്പെടുകയാണെങ്കിൽ ആയിക്കോട്ടെ, പരാജയം നമ്മൾ അംഗീകരിക്കുക, വീണ്ടും നമ്മൾ ശ്രമിച്ചിട്ട് വീണ്ടും തോറ്റു പോവുകയാണെങ്കിൽ നമുക്ക് ഏതാണോ പിന്നെ പറഞ്ഞിരിക്കുന്ന മേഖല, ഇത് നമുക്ക് കിട്ടിയില്ല, വേറെ എന്തിലോട്ട് തിരിഞ്ഞാലും നമുക്ക് നല്ല രീതിയിൽ ഉയർന്നു വരാൻ സാധിക്കും. അത്തരത്തിലേക്ക് ചിന്തിച്ച് നമ്മളുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് പോവുക. നമ്മുടെ പാരൻസിനെ അതിനൊപ്പം കൊണ്ടുവരാനായിട്ടുള്ള സാഹചര്യങ്ങൾ, അവസ്ഥകൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അതേ പറയുന്നുള്ളൂ. ഇപ്പോൾ പാരൻസിൻ്റെ ഇഷ്ടമാണ് പല കുട്ടികളും പല മേഖലകളും തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണം. അതായിക്കോട്ടെ, പിന്നെ അവർക്കും അഭിരുചി ഉണ്ടായിരിക്കും. പാരൻസ് ചില കുട്ടികൾക്ക് സ്വന്തം അഭിരുചിയൊന്നും തിരിച്ചറിയാനുള്ളതായിട്ടുള്ള കഴിവുണ്ടാകത്തില്ല. അപ്പോൾ പാരൻസ് ചിന്തിക്കുന്നു, അവൻ ഇന്ന വിഷയങ്ങൾക്ക് നല്ല മാർക്കുണ്ട്, അപ്പോൾ അവനെ ആ തരത്തിൽ വിട്ട് കഴിഞ്ഞാൽ അവന് നല്ലതായിരിക്കും. അതൊക്കെ നല്ലതായിരിക്കാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്, നിങ്ങൾ നടക്കാൻ പഠിച്ചത് ഒരുപാട് പ്രാവശ്യം നിങ്ങൾ ഉരുണ്ട് വീണ ശേഷമാണ് നേരെ ചൊവ്വയൊന്നും നിങ്ങൾ നടക്കാൻ പഠിച്ചത്. അപ്പോൾ അന്ന് തന്നെ നിങ്ങൾ പരാജയപ്പെട്ടില്ലേ? ആദ്യ സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾക്ക് ഓടാനോ നടക്കാനോ ഒന്നും സാധിച്ചില്ല. നിങ്ങൾ പലപ്പോഴും ഉരുണ്ട് വീണ് കാലൊക്കെ പൊട്ടി നിങ്ങൾ നിലവിളിച്ച ശേഷമാണ് നിങ്ങൾ ഓടാനും നടക്കാനുമായിട്ടുള്ള ശേഷി നിങ്ങളിലേക്ക് എത്തുന്നത്, ആ ഒരു കാലിൻ്റെ ബലം നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ പരാജയപ്പെട്ടില്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പരാജയമൊന്നും വലിയ കാര്യങ്ങളൊന്നുമല്ല. അതിൻ്റെ മുന്നിൽ നമ്മുടെ മനസ്സ് കൈവിട്ട് പോകാതെ മുന്നോട്ട് പോവുക എന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. പിന്നെ വരുന്ന സാഹചര്യങ്ങൾ എന്താണെങ്കിലും അതിനെയൊക്കെ നേരിടാനായിട്ടുള്ള ഒരു മനോബലം നേടിയെടുക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതിന് നമ്മൾ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ മതത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ദൈവവിശ്വാസം ആയിക്കോട്ടെ, ദൈവവിശ്വാസം ഉള്ളവരെ സംബന്ധിച്ച് ഞാൻ പറയുകയാണ്, അവർ നന്നായിട്ട് അടിയുറച്ച് വിശ്വസിക്കുക. കാരണം ഈ പ്രകൃതിയിൽ തന്നെ നിങ്ങൾക്ക് കാണാമല്ലോ, എപ്പോഴും ഒരേപോലെയാണോ ഇരിക്കുന്നത്? നല്ല രീതിയിൽ വെയിൽ വരുന്നു, ആ വെയിലിൻ്റെ ചൂട് കൂടുന്നു, പ്രകൃതിക്ക് ഒരുപാട് ദോഷം ഉണ്ടാകുന്നു. മഴ പെയ്യുന്നു, മഴയുടെ ലെവൽ കൂടുന്നു, അപ്പോൾ പ്രകൃതിക്ക് ഒരുപാട് ദോഷം. എന്നിട്ടും പ്രകൃതി അതിനെയൊക്കെ അതിജീവിച്ച് പോകുന്നു. അപ്പോൾ അതിൽ വലിയ പാഠമൊന്നും ഇല്ല, നമുക്ക് നമ്മുടെ കൺമുന്നിൽ കാണുന്ന കാര്യമാണത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നേരിടാനായിട്ട് മനസ്സിനെ ബലപ്പെടുത്തി എടുക്കുക, അതിനുള്ള ശക്തി കിട്ടണം. അങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം നല്ല രീതിയിൽ ചിന്തിക്കുക, നല്ല കാര്യങ്ങളിലേക്ക് മനസ്സ് വ്യാപൃതരാക്കുക, അത്രയാണ് എനിക്ക് പറയാനുള്ളത്.